ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നീരജപ്പള്ളി. ഇനി ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനടുത്താണ് കേട്ടോ. ഞാൻ വേളാങ്കണ്ണി പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാ വർഷവും പോവാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിക്കുള്ള യാത്രയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, വാ. ട്രെയിൻ യാത്രയിലാണ്. നല്ല മഴ ഉള്ള ഒരു ടൈമിലാണ് നമ്മൾ വേളാങ്കണ്ണി പോകുന്നത്. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 4 പേർക്കുള്ള ട്രെയിൻ ടിക്കറ്റായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം, വാ വാ. ഇതാണ് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്ത. അപ്പോൾ പിന്നെ നമുക്ക് കാണാം. ഈ 4 സീറ്റാട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. 2, 4 അങ്ങനെ ഉള്ളൊരു ഈ 4 സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ വേളാങ്കണ്ണിയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി ഇരിക്കുന്നത്. അപ്പം നമുക്കിനി വേളാങ്കണ്ണി ചെന്നിട്ട് കാണാം. വേളാങ്കണ്ണി മഴയാണെന്ന് കേട്ടു. ഇപ്പം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല, ക്ലൈമറ്റൊക്കെ. ഓക്കെ, ബൈ. നോക്കാം നമുക്ക്. വേളാങ്കണ്ണി എത്തി. പെരും മഴ. അയ്യോ, ഇത് വേളാങ്കണ്ണി അല്ല കേട്ടോ, ഇത് നാഗപട്ടണമാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നമ്മൾ നാഗപട്ടണത്തിനെക്കാട്ടി മുമ്പ് നല്ല മഴയായിരുന്നു, പൊരിഞ്ഞ മഴ. കണ്ടല്ലോ, എന്ത് ചെയ്യണമെന്നറിയില്ല. അയ്യോ, നല്ല മഴ. ദാ പെട്ടിയും തൂക്കി ഞാനിങ്ങനെ വരുവാ. എന്ത് ചെയ്യും, ആകെ മൂഡ് ഓഫ് ആയിപ്പോയി മഴ കണ്ടോടുകൂടി. നമുക്ക് വേളാങ്കണ്ണി വരുമ്പോൾ മഴ പാടില്ലല്ലോ, അവിടെയൊക്കെ നിറച്ച് നടക്കാനുള്ളതല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ചെറിയ ഓട്ടോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എത്ര പേർക്ക് പോകാൻ പറ്റുന്നുണ്ടോ അത്ര പേർക്ക് പോകാൻ പറ്റും. ഇതാ ഞങ്ങൾ വണ്ടി പിടിച്ചു പോവുകയാണ്. ഞങ്ങൾ റൂമിലോട്ട് പോകുമ്പോൾ ഉള്ള വഴികളിലൂടെയുള്ള വീഡിയോ ആണിത്. കണ്ടല്ലോ, റോഡൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. നല്ല മഴയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയ മഴ ഉണ്ടായിരുന്നില്ല. വേളാങ്കണ്ണി ഇതാ ഞങ്ങളെത്തി. ഹോട്ടൽ ക്യൂൻ ഇൻ വേളാങ്കണ്ണി, അതിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അപ്പം നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു ക്യൂവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, വലിയത്. അതായത് ഒരു ചുമരിൽ വരച്ചു വെച്ചിരിക്കുക. ഹോട്ടലിൻ്റെ പേരും ക്യൂൻ ഇൻ എന്നാണ്. അപ്പോൾ ഒരു ക്യൂവിൻ്റെ ഫോട്ടോയും ഉണ്ട്. ഇതാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ, കയറിയിട്ടില്ല അകത്തോട്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ വേളാങ്കണ്ണി വന്നത് സ്വിമ്മിംഗ് പൂളിൽ ചാടാനല്ല, എങ്കിലും സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഹോട്ടലാണെന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസ് എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല, നല്ല അന്തരീക്ഷം തന്നെയാണ്. ഫ്രണ്ടിലൊരു ഇത് നമ്മൾ കയറി വന്നു. നല്ലൊരു ആനക്കുട്ടി, എനിക്കിഷ്ടപ്പെട്ടു. വെള്ള ആനക്കുട്ടി, നല്ല അലങ്കരിച്ചൊരു ആനക്കുട്ടി. നമ്മൾ ഇങ്ങനെ ഷോക്കൊക്കെ വയ്ക്കുമ്പോൾ നല്ല രസമല്ലേ. അവിടെ റിസപ്ഷനിൽ ഞാൻ കണ്ടതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, കാണാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തൊന്നും എനിക്ക് വീട്ടിൽ വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഇതാണ് നമ്മുടെ റൂം. കയറി വന്നു. പിന്നെ ഒരു കെറ്റിലൊക്കെ ഉണ്ട്, ഷുഗറും കെറ്റിലും വാട്ടറൊക്കെ ഉണ്ട്. പിന്നെ അതാ റൂം എന്ന് പറയുന്നത് നല്ല അടിപൊളി റൂമാണ്, എനിക്കിഷ്ടപ്പെട്ടു. എന്താ പറയുക, നമുക്ക് ചെയറും ബെഡും അതുപോലെ അതായിട്ട് എ സിയും സൂപ്പറാട്ടോ. എ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് വലിയ ടോയ്ലറ്റ് അല്ലെങ്കിലും ഒരു മീഡിയം ലെവലാണ്, കുഴപ്പമില്ലാതെ ഒരു ടോയ്ലറ്റാണ്. നമ്മൾ ഷവർ ഭാഗത്ത് ഒരു കർട്ടൻ ഉണ്ട്, ടോയ്ലറ്റുണ്ട്. പിന്നെ അറിയാലോ, കേരളം പോലെയല്ല തമിഴ്നാട്, എങ്കിലും ഇത് ഓക്കെയാണ്, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ കണ്ടല്ലോ സ്വിമ്മിംഗ് പൂൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂളിൽ ചാടി കളിക്കാൻ. പിന്നെ അന്തരീക്ഷം കണ്ടോ,
ക്ലൈമറ്റ് വളരെ ഒരു മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ കിടക്കുക. പക്ഷെ അത് ക്ലൈമറ്റ് അത്ര നല്ലതൊന്നല്ല. ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കൊണ്ട് മഞ്ഞും മഴയും ഒക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പൂള് കണ്ടപ്പോൾ സന്തോഷം, ഗംഭീരം. പക്ഷെ ചാടാൻ പോകാൻ പറ്റില്ലല്ലോ. അവിടെ മോർണിംഗ് 6 to ഈവനിങ് 6 വരെയൊക്കെയാണ് പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. നേരം വെളുത്തു. അപ്പം ആ ഒരു ഫീലാണിത്. ഈവനിങ് ഫീലല്ല കേട്ടോ, മോർണിംഗ് ഫീലാണിത്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ അന്തരീക്ഷം. വന്നിട്ടേ ഉള്ളൂ, ബാത്തിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ബാത്തിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ചർച്ചിൽ പോകണം. എന്നാലും ഹാപ്പി. എനിക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇതാ ഞങ്ങൾ ഇറങ്ങി, ഫുഡ് കഴിച്ചു, ഇറങ്ങി. അവിടെ ബഫേ ഉണ്ടായിരുന്നു മോർണിംഗ്. പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നല്ല കേട്ടോ, എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഇഡലിയും ദോശയും വെറുമിസലിയുടെ ഉപ്മാവ് പിന്നെ കേസരി ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ചർച്ചിലോട്ട് പോവാണ്. നല്ല മഴ, അറിയാലോ, സൈഡിൽ കൂടെ നോക്കിക്കേ. ഇത് വെയിലല്ല, ഇത് മഴയാ. മഴയാണ് മക്കളെ, മഴ. നോക്കാം, എന്ത് ചെയ്യണമെന്നറിയാത്ത ആലോചനയില ഞാൻ. എന്തായാലും പോയിക്കൊണ്ടിരിക്കുക. അവരുടെ തന്നെയാണ് വണ്ടി, ടാക്സി അവർ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. അവരുടെ ഇന്നോവയിൽ നമ്മളെ ചർച്ചിലോട്ട് കൊണ്ടുപോകും. അതിന് എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചർച്ചിലെത്തി. മഴ കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ചർച്ചിലോട്ടും നമുക്ക് പോവാൻ. കുടയൊക്കെ വാങ്ങി എങ്കിലും ഓരോ ചർച്ചിലോട്ടും പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കും. ചർച്ചിലൊന്നും ക്യാമറ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ എടുക്കുന്നുള്ളൂ. ദാ ഇവിടെയും പോയി പ്രാർത്ഥിച്ചു. വരുന്ന വരവ് കണ്ടില്ലേ, സങ്കടമായിപ്പോയി മഴ കാരണം. ഭയങ്കര വെള്ളമാണ്. പള്ളിയുടെ ഉള്ളിൽ നിറച്ച ആളുകൾ വെള്ളം നിറച്ചേക്കാണ്. എനിക്ക് തന്നെ വീഴോ എന്നുള്ളൊരു പേടിയിലാണ്. കണ്ടില്ലേ, പേടിച്ച് ഞാൻ വരുന്നത് പോലും. എനിക്ക് മഴവെള്ളം ഭയങ്കരമായിട്ട് കയറി കിടക്കുക. മുഖഭാവം വരെ പേടിച്ചു പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരി വാങ്ങാൻ വേണ്ടി നിൽക്കണോടത്തുനിന്ന് ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. നാടൻ പട്ടിക്കുട്ടി, അടിപൊളി. അതിന് ഭയങ്കര ഇഷ്ടമായി. അതിങ്ങനെ എന്നെ എടുക്കോ എന്ന് ചോദിച്ചു വന്നു. അയ്യോ, എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ. ഞാനൊന്ന് എടുത്തു. അച്ചടോ, നല്ല ക്യൂട്ടാണ്. അയ്യോ, അത് ഉമ്മ വയ്ക്കാൻ വരുന്നു. പാവണ്ടോ അച്ചു പൊന്നേ. ഓ അച്ഛ, അയ്യോ, അതിന് നമ്മുടെ അടുത്തൊന്ന് പോകാൻ തോന്നുന്നൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തിരിച്ചു വരും. അമ്മയുടെ അടുത്ത് പോണതാ. പോയാലും പിന്നെയും വരും. മഴ രക്ഷയില്ല. കണ്ടല്ലോ മഴ. ഞാൻ മഴവെള്ളത്തിൽ കളിക്കുകയാണിരുന്നു. രക്ഷയില്ല. വെയിലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി നടക്കാമായിരുന്നു. ഞാൻ അവിടെ തിരി വാങ്ങാൻ, അന്നത്തെ വെള്ളം തിരിയും വാങ്ങാൻ വേണ്ടിയിരുന്ന. പിന്നെ ഇവിടെ നമ്മൾ ബ്ലെസ്സിങ് ചെയ്യണ ഏരിയ ആണ്. അവിടെ പ്രാർത്ഥിച്ചു. പിന്നെന്താ പറയുക, പ്രാർത്ഥിച്ച് അവിടെ തിരി കത്തിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഒന്നും. ഇവിടെ ബ്ലെസ്സിങ് ചെയ്യണ ഏരിയയിലായതുകൊണ്ട് അവിടെ നമുക്ക് എന്നുള്ള സാധനങ്ങൾ ബ്ലെസ്സിങ് ചെയ്യിപ്പിക്കാം. സൈഡിലൊരു അച്ഛൻ ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, ബ്ലെസ്സിങ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വേറെ പള്ളിയിലോട്ട് പോവാം. ഭയങ്കര സൈലൻ്റാണ്. ഭയങ്കര എന്താ പറയുക, നന്നായി നമുക്കെന്താ പറയുക പ്രാർത്ഥിക്കാൻ പറ്റും. ഇതും അവിടുത്തെ സൈഡ് ഭാഗത്തൊരു ഫോട്ടോ ആയിരുന്നു അവിടെ. അപ്പോൾ അത് ഞാൻ എടുത്തു. അടുത്തത് ഓരോ പള്ളികളിലോട്ടും പോവുകയാണ്. അപ്പോൾ 2 സ്ഥലത്ത് കയറി. ഇതിപ്പം 3-ാം സ്ഥലത്ത് കയറാൻ പോവുകയാണ്. അടുത്ത പള്ളിയുടെ ഫ്രണ്ടിൽ വന്നു. ഇവിടെ മഴ പെയ്തൊക്കെ ഞങ്ങളിങ്ങനെ എൻ്റെ ഒരു ഞാവിഞ്ഞ ചിരി. എന്ത് ചെയ്യണമെന്നറിയാതെ. മഴക്കാലമല്ലേ, എന്ത് ചെയ്യും. വീണലോകം വിഷ്ണുലോകം എന്ന് പറയുന്ന പോലെ. ചെന്നാലും ഞാൻ വെറുതെ ഇരുന്നില്ല. ഞാൻ ആസ്വദിച്ച് പ്രാർത്ഥിച്ചു. മഴയാണെങ്കിലും നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കും. പക്ഷെ മഴയാവുമ്പോൾ വെള്ളം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഇത് തിരി എത്തിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ, വേളാങ്കണ്ണിയിൽ. അപ്പോൾ നമ്മൾ ബ്ലെസ്സിങ് ചെയ്ത ആ തിരി തന്നെയാണ് ഇവിടെ കത്തിച്ചത് കേട്ടോ. ഞാനൊരു ബണ്ടിൽ ഫുള്ള് തിരി മേടിച്ചായിരുന്നു. ഞാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ വാങ്ങാറ്, കുറച്ചധികം തിരി വാങ്ങും. അപ്പോൾ ഇവിടെ നമുക്ക് കത്തിക്കാം. ഇവിടെയാണ് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം വേളാങ്കണ്ണിയിൽ. ഇവിടെ വന്ന് നമുക്ക് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച്, ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കത്തിച്ചിട്ട് അതിന് 2 തിരിയൊക്കെ എടുത്തിട്ട് പോകും വീട്ടിൽ, എന്നിട്ട് കൊണ്ടുപോയിക്കും, കൊണ്ട് വീട്ടിൽ കത്തിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ പോകുമ്പോൾ കത്തിച്ച തിരി അവിടെ തന്നെ കത്തിച്ച് വരും. ബ്ലെസ്സിങ് ചെയ്ത് കുറച്ച് തിരി അവിടെ കത്തിക്കും, ബാക്കി നമ്മൾ ബ്ലെസ്സിങ് ചെയ്തതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ ഇതിപ്പം ഒരു പുതിയ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് നല്ല മഴ കണ്ടില്ലേ, കോടയൊക്കെ ആയിട്ട് ആളുകൾ. അത് തന്നെ തിരക്ക് കുറവായിരുന്നു മഴയുള്ളത് കൊണ്ട്. ഇതാ അടുത്ത പള്ളി വന്നു. ഇത് നമ്മുടെ പുതിയ പള്ളിയിലോട്ട് വന്നു. ഇവിടെ കണ്ടില്ലേ, പള്ളിയൊക്കെ ഭയങ്കര കാലിയാണ്, അധികം ആളുകളൊന്നുമില്ല. പക്ഷെ ശാന്തമായി നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ നല്ല സൈലൻ്റായിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഒച്ചയും ബഹളമൊന്നുമില്ല. പക്ഷേ ഇനി പള്ളിയുടെ മേൽഭാഗം കണ്ടോ, ഇങ്ങനെ ഭയങ്കര ഫുൾ ഗോൾഡൻ കളറിലാണ് ഫുള്ളും അവർ ഡെക്കറേറ്റ് ചെയ്ത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. രസമുണ്ട് കാണാൻ. അങ്ങനെ ഒരു രാജകീയ ഒരു ഭാവന കറക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഇത്രയും തിരക്കില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. എപ്പോഴും പോകുമ്പോൾ തിരക്കായിരിക്കും, ഇപ്പം തീരെ തിരക്കുണ്ടായിരുന്നില്ല, മഴയായതുകൊണ്ടായിരിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത പള്ളിയിലോട്ട് പോകണം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത പള്ളി ഏതാണെന്ന് നോക്കിയിട്ട് അവിടെയും പോകണം. പിന്നെ നടമുട്ടത്തി കയറുന്ന ഒരു പള്ളി ഇതുണ്ട്, ഒരു വേ ഉണ്ട്. ആ വേല് പോകണം. അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. എൻ്റെ ഇടയിൽ കുട ഞങ്ങൾ മുമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട കൊണ്ടൊരു കുസൃതിയൊക്കെ ഒപ്പിച്ച് കുട കറക്കൽ പ്രയോഗങ്ങളൊക്കെ നടത്തി. അപ്പോൾ കുടയിൽ നിന്ന് വീഴുന്ന വെള്ളമൊക്കെ ആസ്വദിച്ച് ചുമ്മാ എന്ത് ചെയ്യുക, മഴയും നമ്മൾ ആസ്വദിക്കണ്ടേ, വെയിൽ മാത്രമല്ലല്ലോ. അപ്പോൾ എന്നാലും ഞാൻ ഹാപ്പി ആട്ടോ. ഞങ്ങൾ പോയവരെല്ലാവരും ഹാപ്പിയാണ്. പിന്നെന്താ പറയുക, കണ്ടില്ല പമ്പരം കറങ്ങുമ്പോൾ ഞാൻ നിന്ന് കറങ്ങുന്നു, കുടയും കറങ്ങുന്നു. കറങ്ങലോ കറങ്ങൽ, കറക്കം നിർത്താനേ തോന്നുന്നില്ല. കാരണം മഴയാണെങ്കിലും അത്യാവശ്യത്തിന് തണുപ്പുള്ളൂ, അങ്ങനെ അധികം നമുക്ക് തണുപ്പ് ഫീലൊന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടത്തെ പള്ളിയിൽ നിന്നും കഴിഞ്ഞു. അടുത്ത പള്ളിയിലോട്ട് നമുക്ക് പോകാം. അടുത്ത പള്ളിയിൽ നമുക്ക് പോയി ബെസ്റ്റ്. ഇത് കണ്ടല്ലോ, ഇവിടെയാണ് നടമുട്ടത്തി കയറുന്നത്. മണലാണ് ഇതിൻ്റെ അടിയിൽ, മൊത്തം വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. കണ്ടല്ലോ. എന്നാലും ഇതിൽ കൂടെ നടമുട്ടത്തി കയറുന്ന ആളുകളെ നമുക്ക് കാണാം. നേർച്ച നിറവേറ്റാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ കൂടെ ഞങ്ങൾ പള്ളിയിൽ പോവാം. ഇത് ഈ നടമുട്ടത്തി കയറുന്നത് ഒരു പള്ളിയിലോട്ട് ചെന്ന് നമ്മൾ നിൽക്കും. അവിടെ നമുക്ക് ഈ നടമുട്ടത്തി കയറുന്ന ആളുകൾ കാണാം. അയ്യോ, ഈ വെള്ളത്തിൽ അതുകൊണ്ട് പെയിൻ കുറവായിരിക്കും തോന്നുന്നു, പക്ഷെ വെയിറ്റ് ആയിരിക്കും, നമുക്ക് നല്ല ഭാരം തോന്നിക്കും. ശരിക്കും നടമുട്ടത്തി കയറുമ്പോൾ മണലിക്കൂടെ കയറുന്നത്, അപ്പോൾ നമ്മുടെ മുട്ടൊക്കെ നന്നായി പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ മുട്ട് പൊട്ടൂല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ 2 സൈഡിലുമുള്ള അവസ്ഥകളാണിത്. ആണ്ടോ ഈ കുട്ടി നടമുട്ടത്തി കയറുന്നതായി കാണുന്നത്. എൻ്റെ പൊന്നു ദൈവമേ, മാതാവേ, അയ്യോ നല്ല പെയിനായിരിക്കും. പെയിനിനെക്കാട്ടും കൂടുതൽ വെയിറ്റാണ് ഉണ്ടാവുക നമുക്ക് വെള്ളത്തിൽ കൂടെ ആയതുകൊണ്ട്. പിന്നെ അതാ ഒരു ചേച്ചിയും ഒരു മോളും അടുത്ത് നോക്കുമ്പോൾ കണ്ടു. പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കൂലോ, മാതാവിനോടുള്ള ആ ഭക്തി കൊണ്ട്. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വേളാങ്കണ്ണി വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ. വെള്ളത്തിൽ കൂടെ കണ്ടോ, എൻ്റെ കാല് വെച്ച അത് വെള്ളത്തിൽ കൂടെ, ഞാൻ ആ വെള്ളത്തിൽ കൂടെ നടക്കുന്നത്. അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത്രയും വെള്ളം ഉണ്ടെന്ന്.
കാലിൻ്റെ ഇത് നനയണ വരെ. ചില സ്ഥലത്ത് കുറച്ചധികം വെള്ളമുണ്ട്, ചില സ്ഥലത്ത് കുറച്ച് വെള്ളമുള്ളൂ. എങ്കിലും മണലാണത്. ഇതിൻ്റെ അടിഭാഗം മൊത്തം മണലാണ്. മണൽ മൊത്തം നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ആ വെള്ളത്തിൽ കൂടെ തന്നെ നടന്നാ പോകുന്നത് കേട്ടോ. മുട്ടുകുത്തിയിട്ടൊന്നുമില്ല, കാരണം എനിക്ക് നേർച്ചയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നടന്നാണ് പോകുന്നത്. ഞങ്ങൾ അതും വല്ലാത്തൊരു വൈബായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ഇത്രയധികം വെള്ളത്തിൽ. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ രണ്ടുപേരും ഇങ്ങനെ നടക്കുന്നു. ബാക്കി എല്ലാവരും കരയിൽ കൂടിയാണ് നടന്നത് കേട്ടോ. രണ്ടുപേരും മാത്രമേ വെള്ളത്തിൽ കൂടെ നടന്നുള്ളൂ. എത്താറായി. അണ്ട് അങ്ങ് അറ്റത്ത് നിന്നാണ് വന്നത് ഞാൻ. അപ്പം എത്താറായിട്ടുണ്ട്. ഞങ്ങൾ കുഴപ്പമില്ല, ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് നടക്കുക. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മഴ കുറഞ്ഞു. അപ്പം ചെറിയ ചാറ്റൽ മഴയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുടയൊന്നും നിവർത്തിയില്ല. പെട്ടെന്ന് കുറഞ്ഞായിരുന്നു. നമുക്ക് അനുകൂലമായിരുന്നു കുറേ കാര്യങ്ങൾ, മഴയുണ്ടെങ്കിലും. ഹാപ്പി ഹാപ്പി ഹാപ്പി. മാതാവിനെ കാണാൻ, മാതാവിൻ്റെ സന്നിധിയിലെത്താൻ ഒരുപാട് കൊതിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ വല്യമ്മ പറഞ്ഞായിരുന്നു കേട്ടോ വരണമെന്ന്. വല്യമ്മയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കാം, പക്ഷെ ടിക്കറ്റ് കിട്ടുന്നില്ല. മാത്രമല്ല ആ സമയത്ത് ടിക്കറ്റും ഇല്ല. ഞങ്ങൾ തന്നെ 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്തത്, ടിക്കറ്റും കിട്ടുന്നില്ലായിരുന്നു. അല്ല, ഈ ക്ലൈമറ്റിൽ വല്യമ്മ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കൊണ്ടുവരാതിരുന്നത് നന്നായി. കാരണം ഇതല്ലേ അവസ്ഥ. അപ്പോൾ അടുത്ത പള്ളിയിലെത്തി കേട്ടോ. പള്ളിയിലാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. പള്ളിയുടെ പുറത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഞാൻ പാൻറ്റൊക്കെ കയറ്റി വെച്ച്, അത്രയും വെള്ളം ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ. വെള്ളത്തിൽ കളിച്ച് നിൽക്കുവാണ്. ഒരു രസമല്ലേ. അങ്ങനെ എല്ലാവരും എന്നെ കളിയാക്കുന്നു. അങ്ങനെ ഇത് പള്ളിയുടെ അവിടുത്തെ ഫ്രണ്ട് സൈഡാണ്. ആ കാണുന്നത് നമ്മുടെ കിണറാണത്. നമ്മുടെ മുൻപ് അതിൽ നിന്നാണ് വെള്ളം നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോൾ അവിടെ പൈസയൊക്കെ ആൾക്കാർ ഇട്ടിട്ട് അത് അടച്ചു കളഞ്ഞു. ഞാനിവിടെ ആസ്വദിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ വന്ന് അത്യധികം ആഹ്ലാദിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. മാതാവിനെ കണ്ട് സംസാരിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഈ പള്ളിയിലും ഞങ്ങൾ കയറി. ഇവിടെ കിണറുള്ളത്, കിണർ മൂടിയിട്ടേക്ക് ആളുകൾ പൈസയൊക്കെ ഇട്ടിട്ടേ പൈസ ഇടും. അങ്ങനെ കുറേ എന്തൊക്കെയോ ആദ്യം ഒന്നും മൂടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് മൂടി ഇപ്പോൾ ഫുള്ളും മൂടി. അങ്ങനെ ഞാനവിടെ നിന്ന് കറങ്ങുകയാണ്. അങ്ങനെ പള്ളിയിലോട്ട് നമ്മൾ കയറി. ഇതും അവിടുത്തെ പള്ളിയാണ്. ആ പള്ളിയിലോട്ട് നമ്മൾ കയറി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാട്ടോ. എനിക്ക് പോരാൻ തോന്നുന്നൊന്നുമില്ല. എനിക്ക് അവിടെ അങ്ങനെയൊക്കെ ഇരിക്കാനാണ് ഭയങ്കര ശാന്തമാണല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും അവിടെ നിന്നും പോരുക. അടുത്ത് നമ്മൾ ഇവിടേക്കാണ് പോവാം. അടുത്ത് നമ്മൾ ഇതാട്ടോ ആ ഒരു കിണർ. ആ കിണർ ഇപ്പം ഇങ്ങനെ മൂടി വെച്ചേക്കുക കണ്ടോ, അവർ ലേഡീസ് ടാങ്ക്. അപ്പം ഇതൊരു വേണ്ടല്ലോ, ഇങ്ങനെ ഫുള്ളും ഇത് മൂടി വെച്ചിരിക്കുക. നമുക്ക് ഒന്നും കാണാൻ പറ്റൂല. എന്താ ചെയ്യുക, കണ്ണും കാലൊക്കെ ഇട്ടൊക്കെ നോക്കി രക്ഷയില്ല. പിന്നെ ഗൈസ് നമ്മൾ തിരിച്ചു പോന്നു. അടുത്ത പള്ളിയിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. മഴ കുറച്ച് കുറഞ്ഞു. കുടയില്ലെങ്കിലും യാത്ര ചെയ്യാൻ പറ്റാവുന്ന മട്ടിലാണ്, കുഴപ്പമില്ല. അതുകൊണ്ട്
ഈ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അടുത്ത പള്ളിയിലോട്ട് വന്നു. ഇവിടെ മുട്ടുകുത്തി കയറാറുണ്ട് കേട്ടോ. എൻ്റെ മുന്നത്തെ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ മമ്മിയുടെ ആങ്ങള കുഞ്ഞിച്ചെന്ന വിളിക്കുക ഞാൻ. അപ്പം എന്നെ ഇവിടെ കൊണ്ടുപോയി നടമുട്ടിട്ട് കയറ്റിയത്. കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ കൊണ്ടുപോയി മുട്ടുകുത്തി കയറ്റിച്ചു. എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ പേര് സ്റ്റീഫൻ എന്നാട്ടോ. അപ്പം കുഞ്ഞച്ചെന്ന വിളിക്കുക ഞാൻ. അപ്പോൾ കുഞ്ഞച്ചനാണ് എന്നെ ഓടിക്കൊണ്ട് കയറ്റിയത്. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ കണ്ടാവും. അങ്ങോട്ട് അലൗഡല്ല, പള്ളിയുടെ തന്നെ കോമ്പൗണ്ടിൽ തന്നെയാണ്. കാരണം ഇവിടെ കുമ്പസാരത്തിന് പറ്റുന്നൊരു സ്ഥലമുണ്ട്, അതായത് ഈ പള്ളിയിൽ. ഇവിടെ അപ്പോൾ ആ പള്ളിയുടെ അടുത്താണിത്. ഇത് നല്ല രസമുണ്ട്, പാർക്ക് പോലെ. പിന്നെ ഇത് ഞാനൊരു കടയിൽ കണ്ടതാണ്. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും. 250 രൂപ എങ്ങാണ്ടാ ഇതിന് പറയുന്നത്. തിരിച്ച് ഞാൻ എൻ്റെ ഹോട്ടലിലെത്തി കേസ്. പിന്നെ എൻ്റെ ഹോട്ടൽ ക്യൂൻ ഇൻ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എനിക്ക് ഇവരുടെ ഇഷ്ടമൊന്നും ആയില്ല. എനിക്ക് ഹോട്ടൽ ഇഷ്ടപ്പെട്ടു, ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ ഓക്കെ. പക്ഷെ ഇവരുടെ ഫുഡ് എനിക്കിഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, എല്ലാവരുടെ ടേസ്റ്റ് ഒരുപോലെയല്ല. അതും കഴിഞ്ഞ് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ പൂളിലോട്ടുള്ള യാത്രയാണ്. പൂളിലോട്ട് പോകാൻ ഞാനിതാ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു വലിയൊരു ഇതെന്താ സംഭവം, ഇതിൻ്റെ മുകളിൽ കയറി അതാ കിടക്കുന്നു. ഞാൻ അതിലോട്ട് വലിഞ്ഞു കയറി കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. ഇനി ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ. അത് കഴിഞ്ഞ് നേരെ ഞാൻ റൂമിൽ പോയി ടവലൊക്കെ എടുത്തു. വെള്ളത്തിൽ ചാടാനുള്ള തയ്യാറെടുപ്പിൽ പോവാണ്. ലിഫ്റ്റിൽ കയറാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ലിഫ്റ്റിനെ കാത്തു നിൽക്കാൻ അടുത്തെത്തി. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതെന്താന്ന് എനിക്ക് പോലും അറിയില്ല. എത്തി ലിഫ്റ്റ് എത്തി. കാത്തുക്കാണ്. ലിഫ്റ്റിനുള്ളിലാണ്. യെസ്. താഴെ എത്തി. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കാറ്റ്. ക്ലൈമറ്റ് മഴയില്ല കേട്ടോ. പിറ്റേ ദിവസം ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറക്കുന്നു. നല്ല വീശിയടിക്കുന്ന കാറ്റ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ആ കാറ്റിന്. പക്ഷെ നല്ല സുഖമുള്ള തണുപ്പ്. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. കണ്ടില്ലേ, മുടിയൊക്കെ നന്നായി പറക്കുന്നു ആ കാറ്റ്. ഇനിയിപ്പോൾ വെള്ളത്തിൽ ചാടുമ്പോൾ എങ്ങനെയാണാവോ, തണുത്ത് വിറച്ച്. എനിക്ക് തണുത്ത വെള്ളം ഇഷ്ടമല്ല, ചൂടുവെള്ളമാണ് ഇഷ്ടം. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ പോയി കഴിഞ്ഞാൽ ചൂടുവെള്ളം കിട്ടില്ലല്ലോ. ഗേസ്, നമുക്ക് നോക്കാം. നടന്ന് ഞാൻ മന്ദം നീങ്ങുകയാണ്. അപ്പോഴാണ് ഞാനൊരു ചെടി കണ്ടത്. ഇത് നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ ഇടും. അപ്പോൾ നല്ലൊരു മഞ്ഞ കളറ് പൂവുണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും, നല്ല രസമാണ്. പടർന്ന് പെട്ടെന്ന് പിടിക്കും. അങ്ങനത്തെ ഒരു പൂ. നടക്കാണ്ടല്ലേ കാറ്റ്, സൂപ്പർ കാറ്റാണ്. ചൂടില്ല, തീരെ വെയിലൊന്നുമില്ല. വരൂ. പൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കയറി, ഗേറ്റിൻ്റെ അവിടെ നിന്ന് പോവാണ്. ഇനി ഞാൻ ആളാകെ മാറും. പൂള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ടല്ലോ, തുള്ളിച്ചാടി ഞാൻ പോവാണ്. ആസ്വദിച്ച് ചാടിത്തുള്ളി പോവാ. പൂള് കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയില്ലാതെ എനിക്കൊരു രക്ഷയില്ല. വെള്ളത്തിൽ ചാടിയാലും ഇങ്ങനെ തന്നെ. ഇപ്പം കണ്ടാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ചാടും പോലെ ഉണ്ട്. ഈ ഭാഗം നല്ല താഴ്ചയുണ്ട്, അവരത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ 5'3" ഹൈറ്റ് ഉള്ളൂ കേട്ടോ. അത് 5'5" അങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. 5 അടി സംതിങ് ഉണ്ട് അവിടെ. എന്തായാലും ഞാൻ താന്നു പോവാണ്, ഓടുക. എന്തോ സമ്മാനം എടുത്തു വെച്ച പോലെയാണ് ഓട്ടം. 2 പൂളുണ്ട് അതിനകത്ത്. കുട്ടികളുടെ ഉണ്ട്, വലിയവരുടെ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇറങ്ങിയത് കുട്ടികളുടെ പൂളിലാണ്. കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നേ. പിന്നെ തണുക്കുന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് എനിക്ക് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. എന്നാലും തുള്ളിച്ചാടി എന്താ പറയുക, മറ്റേ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു അതുപോലെയാണ് തുള്ളിക്കളിച്ചിട്ട് ഞാനീ പോകുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചാടി മതിക്കും.
നമുക്ക് നോക്കാം ഗൈസ്. വീഡിയോ എടുക്കുന്ന ക്യാമറ ടീം എവിടെ? ഭയങ്കര കാറ്റും, അടിപൊളി കാറ്റാണ്. അപ്പം സാധാരണ ഞാൻ പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ഗോൾഡൊക്കെ മാറ്റി വെച്ചൊക്കെ പോവാറ്. ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉള്ളൂ ഈ പൂളിൽ, അതുകൊണ്ട് ഞാനിതൊന്നും ഊരി വയ്ക്കാതെ ചാടി. ഇത് കുട്ടികളുടെ പൂളാട്ടോ, ചെറുതാണ്, അധികം ഇതില്ല, ചെറുതേ ഉള്ളൂ. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് ചാടും. ഇവിടെ നിന്ന് എല്ലാത്തിൻ്റെ മേലേക്ക് വെള്ളം ഒഴിക്കുക, അപ്പം ഭയങ്കര തണുപ്പായിരിക്കും. കാരണം കാറ്റുള്ള കാരണം ഭയങ്കര തണുപ്പായി വെള്ളത്തിന്. ഈ വേവ്സ് വരുന്നുണ്ടോ? ആ കാറ്റിൻ്റെ അനുസരിച്ചാണ് ഈ വേവ്സ് വരുന്നത്. ഇത്രയും ഭയങ്കര കാറ്റത്. ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല, കാറ്റിൻ്റെ ഇതിലാണ് വേവ്സ് വരുന്നത്. ഇനി മക്കളെ ഞാൻ എന്താ പറയുക, പൂളിൽ കിടന്ന് മതിക്കാൻ പോവുകയാണ്, ആർമാദിക്കാൻ പോവുകയാണ്. വേളാങ്കണ്ണി വന്ന് പൂളിലും ഒന്ന് കുളിച്ച്, നല്ല തടുത്ത് കണ്ടില്ലേ, മുടിയൊക്കെ പടപടാന്നെ പാറുന്നു. കാറ്റാണ് കാറ്റ്, സൂപ്പർ കാറ്റ്. വലിയ മൂടലൊന്നുമില്ല, എങ്കിലും വെളിച്ചമില്ലാത്തൊരു തരം ക്ലൈമറ്റ്. തണുപ്പാണ്, നമുക്ക് വീശുന്ന കാറ്റ്. ഇത് വലിയവരിറങ്ങുന്ന പൂളാട്ടോ. ഇതിലോട്ട് ഞാൻ കാലെടുത്ത് വെക്കുകയാണ് ഗേസ്. മന്ദം വലത് കാലെടുത്ത് ചവിട്ടി താഴെ ഇറക്കി. ഇടത് കാലെടുത്ത് വെക്കണോ വെക്കണ്ടയോ? തണുപ്പ്. കാറ്റാണെങ്കിൽ കാറ്റ്, നല്ല കാറ്റ്. അങ്ങനെ ഇടത് കാലും എടുത്തു വെച്ചു ഗേസ്. അയ്യോ, താഴ്ചയുണ്ട് അമ്മോ, എന്നാലും എനിക്ക് സന്തോഷം. തണുപ്പപ്പാ, കാലിക്കൂടെ കേറി വന്ന അയ്യോ. ആ സമയത്തുണ്ടല്ലോ ഐസായി ഞാൻ ശരിക്കും. തണുത്തിട്ടേ കാലിക്കൂടെ തണുപ്പ് കേറി, എൻ്റെ അമ്മോ പറഞ്ഞറിയിക്കാൻ വയ്യപ്പാ. അത്രയും തണുത്ത് നിൽക്കണ സമയത്ത് ഒന്ന് മുങ്ങി നിവരണം. ഞാൻ വായും തുറന്നു പിടിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്, കാരണം അത്രയും തണുപ്പാണ്. മുങ്ങി 1 മുങ്ങി, 2 മുങ്ങി, 3 മുങ്ങി, 4 മുങ്ങി. വലുതായിട്ടൊന്നും നീന്താൻ അറിയില്ല, എങ്കിലും ഒരു ശ്രമമൊക്കെ നടത്തി നീന്തൊക്കെ ചെയ്യും. 2-3 ടൈപ്പ് നീന്തലൊക്കെ നീന്തി. ഞാൻ നീന്തുമ്പോൾ സൗണ്ടൊന്നും ഉണ്ടാവില്ല വെള്ളത്തിൽ, കണ്ടല്ലോ. തീരെ ഇങ്ങനെ കൈയും കാലൊന്നും ഇട്ടടിക്കില്ല. അപ്പോൾ ഞാൻ നീന്തി പോവുകയാണ്, അപ്പുറത്തേക്ക് കടക്കുക. എന്നാരും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗേസ്. ഞാനിങ്ങനെ നീന്തി തുടിച്ച് അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ വെള്ളത്തിലിട്ട് അടിച്ച് നീന്തൊന്നുമില്ല. പലരും പല ടൈപ്പിലാണല്ലോ നീന്തുന്നത്. എനിക്കിഷ്ടമൊക്കെയാണ് നീന്താൻ. അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ പൂളിലോട്ട് ഇറങ്ങാറുള്ളൂ. അങ്ങനെ വിജയകരമായി ഞാൻ അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഇനി ഞാനിവിടെ കിടന്ന് ആർമാദിക്കുകയാണ്. ഇനി എൻ്റെ വക പല ഗോഷ്ഠികളും കാണാം. സന്തോഷവതിയാണ്, കാരണം ആ തണുപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിലിറങ്ങിയപ്പോൾ കുറഞ്ഞു. പക്ഷെ നിവർന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തണുപ്പ് കൂടും. അങ്ങനെ ഞങ്ങളിവിടെ നീന്തി കളിച്ച്, എനിക്കിങ്ങനെ നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്. മുടി ആദ്യം കെട്ടി വെച്ചിട്ടായിരുന്നു, കാരണം ബ്ലീച്ചിങ് വാട്ടർ അല്ലേ ഇത്. പിന്നെ മുടിയൊക്കെ അഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഡ്രൈ ആയി മുടി. സ്കിന്ന് അത്ര ഉണ്ടാവില്ല പൂളിലൊക്കെ ഇറങ്ങി വരുമ്പോൾ. എന്താ നീന്തുന്നു. ഓഹോ, നല്ല സുഖമുണ്ട്, സുഖം. അത്യാവശ്യത്തിന് താഴ്ചയൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ എല്ലാവിടെയും പോയി നീന്തി കളിച്ചു. ഞാൻ കയറുകയാണ് ഗൈസ്. എന്നാലും പിന്നെ ഇറങ്ങും, അതാ രസം. കയറും പിന്നെ ഇറങ്ങും, കയറും പിന്നെ ഇറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ തുള്ളിച്ചാടി കഴിഞ്ഞു.
ഇത് ഞാൻ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു കേട്ടോ. പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു അത്. ആ ഒരു കാറ്റും പൂളും ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്നൊരു വീഡിയോ ആണിത്. ഇവിടെ അവരുടെ ആളുകൾ വന്ന് നിൽക്കണ്ടായിരുന്നു നമുക്ക് പൂളിൽ ഇറങ്ങിയപ്പോൾ. കുറച്ച് കഴിയുമ്പോൾ അവർ പോയി. നമ്മൾ ഓക്കെയാണ്, പൂളുമായിട്ട് ഓക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. അവിടെ ഒരു ചെയർ എടുക്കുന്നുണ്ട്, അതിനകത്ത് അവർ വന്നിരുന്നായിരുന്നു. കുളിസീൻ പിടിക്കാൻ വന്നതൊന്നല്ല കേട്ടോ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നിരിക്കുന്നതാണ്. പ്രൈവറ്റായിട്ട് നമ്മൾ പൂളിൽ ഇറങ്ങുന്നവർക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ വന്ന് നിൽക്കും അവർ. എങ്ങനെ ഞാൻ ഇറങ്ങാൻ പോകുന്നതിൻ്റെ സന്തോഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതിൻ്റെ ഇടയിലുള്ളതാണ്. ഓരോന്നിനെ നീന്തൽ പഠിപ്പിക്കാനും നീന്താൻ അറിയുന്നവരുടെ അടുത്ത് നീന്താൻ പറയാനൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടികൾ. ഞങ്ങളെല്ലാവരും 4 പേരും വെള്ളത്തിലുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. ജലത്തിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞിപ്പുഴു കണ്ടല്ലോ, പുയു പുയു. അങ്ങനെ നീന്തി തുടിച്ചു ഞങ്ങൾ. കഴിയാറായി. കുറേ നേരം 2 മണിക്കൂറോളം ഞങ്ങൾ വെള്ളത്തിലുണ്ടായിരുന്നു. 2 മണിക്കൂർ ആറുമാതിച്ചു. കണ്ടല്ലോ എൻ്റെ ആറുമാതിക്കൽ. ഇവർ പറയുന്നുണ്ട് പൂളിലോട്ട് ചാടാൻ പാടില്ല. പൂളിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, പുറത്തു നിന്ന് ചാടരുത്. അതായത് പൂളിൽ നിന്ന് കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചാടാൻ പാടില്ല. ഞാനിങ്ങനെ ആറുമാതിക്കുക. അയ്യോ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ, നിൽക്കാനും വയ്യേ. നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെക്കുന്നത് നല്ലതല്ലേ. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നെവർ മൈൻഡ്. എന്തായാലും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഞാൻ എല്ലാ സന്തോഷങ്ങളും ഒന്നും ഞാൻ ഇടാറൊന്നുമില്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും തോന്നുമ്പോൾ യൂട്യൂബിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തെന്നൊന്നും ഞാൻ ഇടാറൊന്നുമില്ല. ഇത് ചുമ്മാ വീഡിയോ മൊബൈലിലെടുത്തു, അതുകൊണ്ട് എൻ്റെ ഫുഡൊക്കെ സ്കിപ്പായിട്ടുണ്ട് ഇതിനകത്ത്. ട്രാവലിംഗ് ടൈമിലുള്ള ഫുഡ് കഴിക്കൽ, അതുപോലെ ഓരോ കാര്യങ്ങൾ സ്കിപ്പായിട്ടുണ്ട്. കാരണം എന്താ, നമ്മൾ ഇതിന് വേണ്ടി മാത്രം എടുത്ത വീഡിയോ ഒന്നുമല്ല. ചുമ്മാ ഇത്ര വീഡിയോ കണ്ടപ്പോൾ ഇടാമെന്ന് വെച്ചു. മൊബൈലിൽ കണ്ടപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോയതപ്പോൾ പറഞ്ഞു എന്നാൽ യൂട്യൂബിനകത്ത് ഇടാം, ഇതൊരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ വെച്ചു. ഞാനിങ്ങനെ പൂളിലൊന്നും ഉള്ള വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. എടുക്കും അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു എന്തായാലും നമുക്കത് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ്. നമ്മൾ കുറച്ച് സമയമാണെങ്കിലും സന്തോഷിക്കുന്നത് അതൊരു വലിയൊരു അനുഗ്രഹം നിറഞ്ഞ കാര്യമാണല്ലോ. സന്തോഷം എപ്പോഴും ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും. എങ്കിലും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ അവിടെ കിടന്ന് ആഹ്ലാദിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലപ്പാ. 2 മണിയാവാനാ പോകുന്നതെന്ന് പറയുന്നു. ഫുഡ് കഴിക്കണ്ടേ വായോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് വിശപ്പും ദാഹമൊന്നുമില്ല. എനിക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ആറുമാതിക്കണം, അത്രയേ ഉള്ളൂ. ഫുഡൊക്കെ പിന്നെ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റേ വെള്ളത്തിൽ ഒരു പുഴുവിനെ പോലെ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുക. കണ്ടല്ലോ, എൻ്റെ നീന്തലേക്ക് ഇങ്ങനെ കുറേ നീന്തലുകളുണ്ട്, കുറേ നീന്തലുകൾ. എൻ്റെ മാത്രം കണ്ടുപിടുത്തത്തിലുള്ള നീന്തൽ. വലിയ നീന്താനൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. ചുമ്മാ പൊങ്ങി. ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിനടിയിൽ കുറച്ചധികം നേരം മുങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പം എനിക്കത് പറ്റുന്നില്ല, തീരെ ഇപ്പോൾ പ്രാക്ടീസ് ഇല്ല. ആദ്യമൊക്കെ ഞാനിങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നു ഞങ്ങളിങ്ങനെ മുങ്ങിയിട്ട്. അപ്പം എനിക്ക് അത്രയും പറ്റുന്നില്ല. നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ മുങ്ങിയതാ. ശ്വാസം അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല നമുക്കധികം. അടുത്തത്
അധികമൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഗെയ്സ്. അയ്യോ ഞാൻ വീഴാൻ പോണേ. എൻ്റെ കാല് നിലത്തുറച്ചില്ല, ഞാൻ വീഴാൻ പോയി. അടുത്തത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു, നോക്കാമെന്നും പറഞ്ഞു. നോക്കിയിട്ട് ചെയ്ത് നോക്കട്ടെ. പോയി. താഴോട്ട് മുങ്ങി, മേലോട്ട് വന്ന് അങ്ങനെ മേലേക്ക് വരുമ്പോൾ തണുക്കുന്നു എനിക്ക്. താഴോട്ട് പോകുമ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. അവിടെ കിടന്ന് ചുറ്റിക്കളിക്കുകയാണ്. എന്നെ മേലോട്ട് വിളിച്ചിട്ട് ഞാൻ വരുന്നേ ഇല്ല. ഞാൻ വരൂല. എന്നെ കുറേ വിളിക്കുന്നുണ്ട്, മേലോട്ട് വാന്ന്. എൻ്റെ മേലേക്ക് വെള്ളം കോരി വെച്ചിട്ട് ഞാൻ എന്നോട് അതാസാ കളി. അതിവിടെ കിടന്നിട്ട് ആറുമാതിക്കുക. അവിടെ ആഴം കൂടിയ സ്ഥലമാണ് ഞാനിപ്പോൾ ഈ കറങ്ങി പോകുന്നത്. ആഴം കൂടിയ സ്ഥലത്ത് പോകരുത് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. സന്തോഷം, സുന്ദരം. ആർമാദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്, ആർത്തുല്ലസിക്കുകയാണ്, നീന്തി തുടിക്കുകയാണ് ഗൈസ്. ഇതടുത്ത വട്ടിൻ്റെ ചുമ്മാ കണ്ണടച്ചിങ്ങനെ കിടക്കുക. ഭയങ്കര സന്തോഷമായിട്ട് തന്നെ. ഇങ്ങനെ ഡ്രസ്സുണ്ട്, ഇങ്ങനെ വെള്ളത്തിനടിയിൽ പൊന്തി കിടക്കണം. ഇല്ല, പ്രാക്ടീസ് ഒന്നുമില്ല ഇപ്പോൾ. അയ്യോ ഞാൻ താന്നു പോന്നേ. ഇടയ്ക്ക് ഞാൻ താന്നു പോവും. താന്നു പൊന്തി വരും. ഞാൻ ഉറങ്ങിപ്പോവും. നല്ല മസാജ് ചെയ്യുന്ന ഫീലാണ് വെള്ളത്തിൽ കിടക്കുക. നല്ല സുഖവുമുണ്ട്. ആഹാ. മഴ പെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ കിടന്ന് ആറുമാദിക്കാൻ കഴിഞ്ഞു. എന്നെ വലിച്ച് കയറ്റുവാണ് ഗെയ്സ് എല്ലാവരും. കയറി വാ മക്കളെ, കയറി വാന്ന് പറഞ്ഞു. എന്താ തലയൊക്കെ തോർത്തി. ഇവിടെ വേറൊരു ഷവറുണ്ട് കേട്ടോ നമുക്ക്, രണ്ടാമത് ഷവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നടന്ന് തന്നെ എൻ്റെ ലെഫ്റ്റിലൊരു ഷവർ ഇതുണ്ട്, അവിടെ ഡ്രസ്സിങ് റൂമുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു ഷവറിങ് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം തലയൊക്കെ തോർത്തി വരുവാണ്. ഇനി റൂമിലോട്ട് പോവാണ്. ഡ്രസ്സൊക്കെ ഞാൻ നന്നായി ഒന്ന് പിഴിഞ്ഞു. അപ്പം തന്നെ നന്നായി ഒന്ന് ഉണങ്ങുന്നുണ്ട് ഡ്രസ്സ്. പിന്നെ റൂമിലോട്ട് പോവാണ്. എല്ലാവർക്കും വിശക്കണമെന്ന്, എനിക്ക് വിശപ്പില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ മടിച്ചിയാണ്. അങ്ങനെ ഹോട്ടൽ ക്യൂൻസ് ഇന്നിൽ നിന്നും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേറെ സ്ഥലത്തോട്ട് പോയി, ലഞ്ച് കഴിക്കാൻ. ലഞ്ച് അവിടെ പോയി കഴിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ച് നമ്മൾ വന്നു. ഇത് ഹോട്ടൽ ക്യൂൻസ് ഇന്നിലെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ്. അവരൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഉരുളിയിൽ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, ബൈ.